സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമഃ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. കിരാതമൂർത്തിയുടെ രൂപത്തില് ഈ പാലമൂട് മാടന്നത ക്ഷേത്രത്തിലിരുന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. നമ്മുടെ ശിവസൂത്ര ജ്ഞാനത്തിന്റെ 3-ാമത്തെ ദിവസത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കേട്ടത്. 77 സൂത്രാസാണ്. സൂത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവെന്നാണ് നമുക്ക് ലളിതമായിട്ട് പറയണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് നടപ്പിൽ വരുത്താൻ പറ്റുന്ന അറിവ്. ആ സൂത്രാസാണ് നമ്മളുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്ന സമയത്തൊക്കെ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള അറിവുകളായിട്ട് പല രീതിയിലുള്ള സൂത്രാസം. ശിവസൂത്രാസം എന്ന് പറയുന്നത് കാശ്മീര ശൈവ സമ്പ്രദായത്തിലെ ഉള്ള ഒരു അറിവുകളാണ്. പല തരത്തിലുള്ള സൂത്രാസം ഉണ്ട്. ഭക്തിയെ കുറിച്ചിട്ടാണെങ്കിൽ നാരദ മഹർഷി നാരദഭക്തി സൂത്രാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ സൂത്രാസിന്റെ അകത്ത് കുറച്ച് ടെക്നിക്കുകളും കാര്യങ്ങളും കൂടെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്, അതായത് കുറച്ച് പ്രക്രിയകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളിത് പൂജ്യ ശ്രീ ശ്രീ രവിശങ്കർജിയുടെ വ്യാഖ്യാനത്തിലുള്ളത്. അപ്പൊ നമ്മൾ ആദ്യത്തെ ദിവസം നമ പറയുന്ന സമയത്ത് നമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിലേക്കുള്ള തിരിച്ചുവരവാണ്. മനസ്സ് എപ്പോഴും പുറത്തേക്ക് പൊക്കോണ്ടിരിക്കുന്ന മനസ്സാണ് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ടാണ് ഉറങ്ങുന്ന സമയത്ത് മാത്രം നമുക്ക് യാതൊരു പ്രശ്നമില്ലാത്തത്. ആ സമയത്തിന്റെ മനസ്സിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിന്നിരിക്കുകയാണ്. ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ മനസ്സിനെ ഉള്ളിലേക്ക് തിരിക്കുക, ആ സമയത്താണ് നമുക്ക് ഉള്ളിലുള്ള ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ആ ഉള്ളിലുള്ള ആനന്ദമാണ് നമ്മുടെ ഉള്ളിലുള്ള ശിവതത്വം. അപ്പം ആ ആനന്ദത്തിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ നമ്മൾ തന്നെയാണ് ശിവൻ, അല്ലെങ്കിൽ നമ്മളെ ഊർജമാണ്. യഥാർത്ഥത്തിലുള്ള നമ്മൾ ഓരോരുത്തരും ഊർജമാണെന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ് ശിവസൂത്രയുടെ ലക്ഷ്യം. അപ്പൊ അതിനു വേണ്ടിയിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ നമ്മൾ പറഞ്ഞ സമയത്ത് ആദ്യം പറഞ്ഞത് ചൈതന്യമാത്മ എന്നുള്ള അത്രയുള്ള ഒരു സൂത്രം. അതായത് നമ്മുടെ ശരീരത്തിലെ ചൈതന്യം അല്ലെങ്കിൽ ഊർജം ഉണർത്തി നിർത്തിയാൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ മനസ്സ് ഭയങ്കര ഡള്ളായിട്ടിരുന്നാല്, മനസ്സിൽ യാതൊരു സന്തോഷവും സമാധാനവും ഇല്ല എങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ മനസ്സിനെ ഉള്ളിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതെപ്പോഴും പുറത്ത് തന്നെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിനെ ഉള്ളിലേക്ക് തിരിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ശരീരത്തിന്റെ ഊർജം ഉയർത്തി നിർത്തണം. നല്ല ഭക്ഷണം കഴിക്കുക, ശരിയായ അളവിൽ കിടന്നുറങ്ങുക. അതോടൊപ്പം തന്നെ എന്ത് സംഭവിച്ചാലും ഞാൻ സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കുക എന്നുള്ള ഒരു തീരുമാനം നമ്മൾ ഓരോരുത്തരും എടുക്കുക. ആ ഒരു തീരുമാനമല്ലാതെ വേറെ ഒന്നിനും നമ്മളെ സ്ഥിരമായിട്ടുള്ള സന്തോഷം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇതൊക്കെയാണെങ്കിലും സന്തോഷം ഇടയ്ക്കിടയ്ക്ക് നഷ്ടപ്പെടും. ആ സമയത്തൊക്കെ വീണ്ടും ഞാൻ എന്തൊക്കെ സംഭവിച്ചാലും സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കുമെന്ന് സ്വയം തീരുമാനിക്കും. ആ ഒരു തീരുമാനം മാത്രമേ നമ്മളെ സന്തോഷം തുടരാൻ വേണ്ടിയിട്ട് അനുവദിക്കുകയുള്ളൂ. ആ തീരുമാനത്തിലേക്ക് വരിക. അതിനുശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു ജ്ഞാനം ബന്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനെ കുറിച്ചിട്ട്, അതായത് നമ്മൾ യഥാർത്ഥത്തിലുള്ള ചൈതന്യമാണ്, നമ്മൾ ഈ ശരീരമല്ല എന്നുള്ള ഒരു ബോധത്തിലേക്ക് ഉള്ള അറിവല്ലാതെ ബാക്കിയുള്ള എല്ലാ അറിവുകളും നമ്മളെ ബന്ധിപ്പിച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുള്ളിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല. പുറത്തുള്ള ഏതെങ്കിലും വസ്തു, അത് എന്തിനോടെങ്കിലുള്ള ഇഷ്ടമാണെങ്കിലും മനസ്സ് പുറത്തു കൊടുക്കും. അതിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹവുമായിട്ട് മനസ്സ് പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. എന്തിനോടുള്ള വെറുപ്പ് വന്നാലും അത് തന്നെയാണ്, അതിനെക്കുറിച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ മനസ്സ് പുറത്തായിരിക്കും. അതുകൊണ്ടാണ് അത് നമ്മളെ പുറത്ത് ബന്ധിപ്പിച്ചിടുന്നു എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മനസ്സിന് ഒരിക്കലും ഉള്ളിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ആ ജ്ഞാനം നമ്മളെ ബന്ധിപ്പിക്കുന്നത്. അപ്പൊ എന്ത് ജ്ഞാനമാണ് നമ്മളെ മുക്തമാക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള
ആത്മാവിനെ കുറിച്ചിട്ടുള്ള അറിവ്, നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തിനെ കുറിച്ചിട്ടുള്ള അറിവ് മാത്രമേ നമ്മളെ മുക്തമാക്കുള്ളൂ. ബാക്കി എല്ലാ അറിവുകളും നമ്മളെ പുറത്ത് ബന്ധിപ്പിച്ചിടുന്നതാണെന്നാണ്. ഇനി അടുത്ത ഒരു പുതിയൊരു സൂത്രയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. യോനിവർഗ കലാശരീരം. യോനിവർഗ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കലാരൂപമാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ അച്ഛന്റെ ശരീരവുമായിട്ടും അച്ഛന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ടും അമ്മയുടെ ശരീരത്തിന്റെ ഭാഗമായിട്ടും അമ്മയുടെ അണ്ടാശയത്തിൽ നമ്മളൊരു ഏകകോശ ജീവിയായിട്ടാണ് നമ്മളുടെ തുടക്കം. ശരിയല്ലേ? അങ്ങനെയാണ് നമ്മളെല്ലാവരും തുടങ്ങിയിട്ടുള്ളത്. പിന്നെ അതിനോടൊപ്പം അതിനെ എന്തോ ഒരു ശക്തി അതിൻ്റെ ഉള്ളിൽ വളർത്തിക്കൊണ്ട് നമ്മുടെ അവയവങ്ങളൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗർഭാശയത്തിൽ തന്നെ വലിയൊരു കലാസൃഷ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അമ്മമാരുടെയും, നമ്മൾ അറിയാതെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു കലാസൃഷ്ടി എല്ലാ അമ്മമാരുടെയും വയറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് വലിയൊരു അത്ഭുതമാണ്. ആ ഒരു ഏകമായിട്ടുള്ള ഒരു കോശം അത് വളർന്ന് നമ്മുടെ പല പല രീതിയിലുള്ള ശരീര അവയവങ്ങളായിട്ട് മാറുന്നു, നമ്മുടെ ആന്തരികമായിട്ടുള്ള അവയവങ്ങളായിട്ട് മാറുന്നു. ഇത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു അത്ഭുതമാണ് അല്ലേ? നമുക്കൊക്കെ വയറ്റിൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ആരുടെയും നിയന്ത്രണത്തിലുള്ള കാര്യവുമല്ല. ഏതോ ഒരു ശക്തി അതിനിങ്ങനെ കൊണ്ടുവന്നിട്ട് അവസാനം 9ാമത്തെ മാസം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളും കൂടെ കഴിയുമ്പോൾ അത് പുറത്തേക്ക് വരുന്ന ആ ജീവൻ. പിന്നെ ഈ ശരീരത്തിൽ വന്നു കഴിയുമ്പോൾ, നമ്മൾ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സും പ്രവർത്തിക്കാൻ തുടങ്ങും. കുറച്ചുകൂടെ കഴിയുമ്പോൾ അതിനോടൊപ്പം നമ്മുടെ ബുദ്ധിയും നമ്മുടെ വികാരങ്ങളും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പം നമ്മുടെ ബുദ്ധിയും നമ്മുടെ ശരീരത്തിൽ മനസ്സും കൂടി പ്രവർത്തിക്കുമ്പോഴാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നത്. ശരിയല്ലേ? അപ്പൊ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, എന്നെ നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും അതിന്റെ പുറകിൽ മനസ്സില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല. കണ്ണു തുറന്നിരിക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ആ കേൾവിയുടെ കുറവിൽ നമ്മുടെ മനസ്സില്ല എങ്കിൽ ഒന്നും കേൾക്കാൻ പറ്റില്ല അല്ലേ? പലപ്പോഴും നമ്മൾ അറിയും, നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മളൊന്നും കാണുന്നുണ്ടാവില്ല. നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നമ്മളൊന്നും കേൾക്കുന്നില്ല. കാരണം എന്താ? അതിന്റെ പുറകിൽ നമ്മുടെ മനസ്സില്ല. അപ്പൊ ആ മനസ്സും കൂടി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മനസ്സിനോടൊപ്പം പല കാര്യങ്ങളും നമ്മുടെ വികാരങ്ങളും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇത് ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു കലാരൂപമാണെന്നാണ് പറയുന്നത് മനുഷ്യന്റെ ഈ സൃഷ്ടി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ശരീരത്തിലെ ബോധമുണ്ട്. ആ ബോധമുള്ളത് കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? അപ്പൊ നമ്മൾ ശരീരമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ പൂർണ്ണമായിട്ട്? ഇല്ല അല്ലെ? എൻ്റെ വീടിന്റെ അടുത്ത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത ദിവസം എൻ്റെ അടുത്ത ഒരു കൂട്ടുകാരൻ പോയി എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ചേട്ടാ നമ്മുടെ ദീപു പോയെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ദീപു കിടപ്പുണ്ട്. അപ്പൊ ചോദിച്ചാൽ അത് ദീപു അല്ല എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞാൽ ദീപു അല്ല, അത് ദീപുവിന്റെ ബോഡിയാണെന്ന് പറഞ്ഞു. അപ്പൊ പറ്റിയ ദീപു എന്ത് ചെയ്യും? ദീപു പോയി. അപ്പൊ നമ്മൾ ശരീരമാണോ? അല്ല. ശരീരത്തിൽ നിന്നും എന്തോ ഒരു സാധനം പോയി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ശരീരമാണെന്നേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതായത് നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. അതിന്റെ അകത്തു നിന്നൊരു ഊർജം പോയി കഴിയുമ്പോൾ പിന്നെ അത് അയാളുടെ ശരീരമാണ്. അത് നമ്മളാന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ശരിയല്ലേ? അപ്പൊ നമ്മളെന്ന് പറയുന്നത് ഈ ശരീരമല്ല, അത് ഒരു സത്യമാണ്. ആ ഊർജം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളില്ല, നമ്മളുടെ ബോഡിയേ ഉള്ളൂ. പിന്നെ അതിന് യാതൊരു വിലയില്ല. അതിനെ നമ്മൾ എങ്ങനെയെങ്കിലും എടുത്ത് മറവ് ചെയ്യും അല്ലെ? ഫ്രീസറിലൊക്കെ കുറച്ച് സമയം വെക്കുമെങ്കിലും പിന്നെ ഒന്നെങ്കിലും എടുത്ത് കത്തിച്ച് കളയും, അല്ലെങ്കിൽ കുഴിച്ചിടും. ആ ഊർജം പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശരീരത്തിന് പിന്നെ യാതൊരു മൂല്യവും ഇല്ല. ശരിയല്ലേ? അപ്പം ഈ ബോധവുമായിട്ട് ചേർന്ന് നമ്മുടെ ശരീരവും മനസ്സും വികാരങ്ങളും എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു വലിയൊരു കലാരൂപമാണ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ്, വലിയ ഒരു ഉണർവ് നമ്മളിൽ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ മനസ്സിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മനസ്സിനെ കുറിച്ചിട്ട് നമുക്ക് ബോധവാനാകാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഡയലോഗ് നടക്കുന്നുണ്ട്. ശരിയാണോ? ഞാൻ പറയാൻ നിങ്ങൾ കേൾക്കുന്നുണ്ട്. കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അകത്തിരുന്നോ ഒരാൾ സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന ആളാണ് നമ്മുടെ മനസ്സ്. ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനത്തിനനുസരിച്ച് നമ്മുടെ ഉള്ളിൽ പല രീതിയിലുള്ള വികാരങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം വരും. മോശമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമം വരും. ഇതേപോലെ തന്നെ ചിന്തകൾ അതുപോലെയാണ്. മോശമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വിഷമം വരും. നല്ല കാര്യങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് സന്തോഷം വരും. ഇതൊരു വലിയൊരു പ്രവർത്തനമാണെന്നാണ്. അതോടൊപ്പം പറയുന്നത് ഈ ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടിയും വന്നിട്ടുള്ളത് ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നാണ്, ഒരൊറ്റ യോനിയിൽ നിന്നാണ്, ഒരൊറ്റ കേന്ദ്രത്തിൽ നിന്നാണ്. ആ കേന്ദ്രത്തിൽ നിന്നും ആണ് നമ്മളെല്ലാവരും വന്നിട്ടുള്ളത്.
അതാണ് നമ്മൾ ശബരിമലയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ തത്വമസി നമ്മുടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, അത് നീ തന്നെയാകും എന്ന് പറഞ്ഞാല് എല്ലാം ഒന്ന് തന്നെയാണ്. നമ്മളുടെ ഈ ശരീരം വിട്ടുകഴിഞ്ഞാല് ആ ഊർജം, ആ വലിയ ഊർജത്തിലേക്ക് ചെന്ന് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആ എല്ലാം ഒന്നിന്റെ തന്നെ ഭാഗമാണ്. പക്ഷെ ഈ ശരീരം ഇല്ലാതാവും. നമ്മള് ശിവഭഗവാനെ നോക്കിയാൽ അറിയാം, ശിവഭഗവാൻ ശരീരം മുഴുവനും ഭസ്മധാരിയാണ്. ഈ ഭസ്മത്തിന് നമ്മളൊക്കെ ഭസ്മം ധരിക്കാറുണ്ടല്ലേ നെറ്റിയില്. ശിവന്റെ പ്രധാനപ്പെട്ട ഒരു പ്രസാദമാണ് വിഭൂതി. വിഭൂതി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഒരു പ്രത്യേക അനുഭവം തരുന്നതെന്നാണ്, ഒരു പ്രത്യേക ഓർമ്മ നിങ്ങളിൽ ഉണ്ടാക്കുന്നത്. എന്തോർമ്മയാണ്? നിങ്ങളുടെ ശരീരവും ഇതുപോലെ ഒരു ദിവസം ചാരമാകും ഉള്ള ഓർമ്മ. ഇത് നമ്മൾ മറന്നിരിക്കുകയാണ്. ഇത് മാത്രം നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസം നമ്മുടെ ശരീരം ചാരമാകും എന്നുള്ളത് ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സത്യമാണ്. പക്ഷെ നമ്മൾ മറന്നിരിക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരൊക്കെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് അപ്രത്യക്ഷമാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ജീവിതം ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്ന് പറയും. പക്ഷെ ആ സമയത്ത് പോലും ഞാൻ ഇതുപോലെ പോകുന്നുള്ള ഒരു ഓർമ്മ പോലും നമുക്കില്ല. അപ്പം ഈ ഒരു ഓർമ്മ, ഞാൻ ഈ ശരീരം വിട്ടു പോകും, ഈ ശരീരവും ഒരു ദിവസം ഒരുപിടി ചാരമാകും എന്നുള്ള ഒരു ഓർമ്മ നമ്മളെ ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ്. ഓരോ പ്രാവശ്യവും ഭസ്മം തൊടുന്ന സമയത്ത് ഈ ഒരു ഓർമ്മ നമുക്ക് മനസ്സിലേക്ക് വന്നു. അതാണ് വിഭൂതി. ഈ ശരീരം എപ്പോ വേണമെങ്കിലും ഒരുപിടി ചാരമായി മാറുന്നതാണ്. അതോടൊപ്പം തന്നെ വേറൊരു ഓർമ്മയും കൂടിയുണ്ട്. എൻ്റെ ഉള്ളിലുള്ള ഈ ഊർജത്തിന് ഒരിക്കലും നാശം ഉണ്ടാവും. എത്രയോ നാളുകളായിട്ട് ഈ ഊർജം ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. കോടാനുകോടി വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളില് ഇപ്പോഴുള്ള ആത്മാവെന്ന് വിളിക്കുന്ന ഊർജം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പല രൂപങ്ങളിൽ ഇവിടെ വന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം നമ്മൾ നോക്കിയാൽ അറിയാം, പല 36 കോടി സ്പീഷീസുകളുടെ ഒരു അംശം നമ്മുടെ DNA ഉണ്ടെന്നാണ്. അപ്പൊ അത്രയും കോടി സ്പീഷീസുകളിലൂടെ കടന്നു വന്നിട്ടാണ് അവസാനം ഒരു മനുഷ്യജന്മത്തിലേക്ക് നമ്മൾ എത്തുന്നത്. എന്നിട്ടാണ് നമ്മൾ മനുഷ്യൻ എന്നുള്ള ഒരു ജന്മത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പൊ എത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ രൂപത്തിൽ ഇവിടെ നിൽക്കുന്നു, നീ ഈ രൂപത്തിൽ നിന്ന് ഇവിടുന്ന് പോകും. പക്ഷെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ നിലനിൽപ്പിനെ അതിനൊരു അവസാനമില്ല, അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നതാണെന്നുള്ള ഒരു സത്യം. അതാണ് യോനി വർഗ കലാ ശരീരം എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ? ആ പ്രശ്നങ്ങളെ ഉണ്ടാവാറുള്ളല്ലേ. ഒന്ന് കഴിയുമ്പോൾ വരണം. നമ്മൾ കഥകളിലൊക്കെ വായിക്കാറുണ്ട്, 7 കടലുകൾക്ക് അപ്പുറത്തുള്ള ഒരു രാക്ഷസൻ വന്നിട്ട് ഒരു രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോയി 7 കടലുകൾക്ക് അപ്പുറത്തുള്ള ഒരു ദ്വീപിൽ കൊണ്ടുപോയി അതിനെ തടവിൽ പാർപ്പിച്ചെന്നാണ്. ഇപ്പൊ രാജകുമാരൻ അല്ലെങ്കിൽ രാജാവ് തന്റെ ഭാര്യയെ രാജ്ഞിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങളൊക്കെ നേരിട്ട് ഒരുപാട് പേരുമായിട്ട് യുദ്ധം ചെയ്ത് 7 കടലുകളും കടന്നിട്ട് അവിടെ ചെന്നിട്ട് രാക്ഷസനുമായിട്ട് ഏറ്റുമുട്ടി രാക്ഷസനെ കൊന്നിട്ട് രാജകുമാരിയെ വീണ്ടെടുത്തു. എന്നിട്ട് പിന്നെ അവര് ദീർഘകാലം സുഖമായി ജീവിച്ചു എന്നാണ് കഥ. ഇത് ഈ സുഖമായി ദീർഘമായിട്ട് ജീവിച്ചു എന്നുള്ളത് കഥയിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ആഴ്ചയിൽ അടുത്ത രാഷ്ട്രം വരും അല്ലേ? അടുത്ത പ്രശ്നം വരും. ഒന്ന് തീർന്നു കഴിയുമ്പോൾ അടുത്തതാണ്. ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ രാക്ഷസന്മാരെ നമുക്ക് പല രീതിയിലാണ് രാക്ഷസന്മാർ വരുന്നത്. ആരോഗ്യ പ്രശ്നമായിട്ട് ഒരു രാക്ഷസൻ, സാമ്പത്തിക പ്രശ്നമായിട്ട് ഒരു രാക്ഷസൻ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് ഒരു രാക്ഷസൻ, മക്കളുടെ ജോലി ഒരു രാക്ഷസൻ, മക്കളുടെ കല്യാണം ഒരു രാക്ഷസൻ, വീട് ഒരു രാക്ഷസൻ. ഇങ്ങനെ പ്രശ്നങ്ങൾ ഒന്നിനെ പുറകെ ഒന്നായി നമുക്ക് നേരിടാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടണം. അപ്പം മുക്തി നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് സമാധാനം എന്നുള്ള സത്യമാണ് ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യം. പക്ഷെ എപ്പോഴും സഹായിച്ചെന്ന് വരില്ല. അപ്പം ആ സമയത്താണ് ക്ഷേത്രങ്ങളുടെ പ്രാർത്ഥന. നമ്മൾ ക്ഷേത്രങ്ങള് ആ സമയത്ത് ഊർജ കേന്ദ്രങ്ങളാണ് ഓരോ ക്ഷേത്രങ്ങൾ. അപ്പൊ ആ ക്ഷേത്രങ്ങളുടെ സന്ദർശനം, അവിടെ ചെല്ലുന്നത് അവിടെയുള്ള ഊർജത്തിനെ നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അപ്പൊ ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് കലികാലത്തില് നമുക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ 2 മാർഗങ്ങളാണ് ക്ഷേത്ര ദർശനവും അതോടൊപ്പം തന്നെ ജപവും, നാമജപവും. ഈ 2 കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിനെ സ്വസ്ഥതയിലേക്ക് വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കാര്യം. അപ്പൊ ഓരോ ക്ഷേത്രവും ഊർജ കേന്ദ്രങ്ങളാണ്. അപ്പൊ ഓരോ ദേശത്തിന് ഓരോ ദേവതമാരാണ്. ഓരോ ദേവതമാർക്കും ഒരു ഐതിഹ്യം ഉണ്ടാവും.
അപ്പൊ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ ഉത്സവത്തിന്റെ പ്രാധാന്യം? അപ്പൊ നമ്മൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ആ, പ്രതിഷ്ഠ ചിലപ്പോൾ സ്വയംഭൂവായിരിക്കും. നേരത്തെ തന്നെ ഒരു കല്ല് അവിടെ ഉണ്ടാവും, അതിന് ചൈതന്യമുണ്ടെന്നുള്ളത് ഏതോ ഒരു ആചാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രതിഷ്ഠ നടത്തുന്നുണ്ടാവും. അങ്ങനെ രണ്ട് രീതിയിൽ നടക്കുന്നുണ്ടാവും. അപ്പം ആ പ്രതിഷ്ഠയ്ക്ക് പിന്നെ നമ്മൾ നിരന്തരമായിട്ട് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ ഊർജം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിലും ഊർജമുണ്ട്. ഇന്ന് ഏറ്റവും അവസാനം നമ്മുടെ ക്വാണ്ടം ഫിസിക്സ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പൊ ആറ്റത്തിന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അതിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അത് ആറ്റത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്. അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ശൂന്യതയാണ്. തരംഗങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതേ തരംഗങ്ങൾ കൊണ്ടാണ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാം ചലനാത്മകമാണ്. പക്ഷെ അത് പുറമേ കാണാൻ സാധിക്കുന്നത് ഏറ്റവും കല്ലുകളിൽ അത് ഏറ്റവും അതിന്റെ ചലനം നമുക്ക് ഒട്ടും പ്രകടമല്ല. പക്ഷെ സസ്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ കാണാം. സസ്യങ്ങൾക്കും കുറച്ച് വികാരങ്ങളൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? സസ്യങ്ങൾക്കും വികാരമുണ്ട്. കായ്ക്കാത്ത പണ്ടൊക്കെ എന്റെ അമ്മയൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കായ്ക്കാത്ത മരം ഉണ്ടെങ്കിൽ മഴു കൊണ്ട് അതിനായിട്ട് വെട്ടാൻ വേണ്ടി ചെല്ലും. പിറ്റേ ദിവസം അത് കായ്ക്കും, പിറ്റേ വർഷം. അപ്പൊ അതിനും പ്രതികരിക്കാനുള്ള കഴിവുണ്ടെന്നാണ്. നമ്മുടെ ജന്തുക്കൾക്ക് കുറച്ചുകൂടെ ഉണ്ട്. പശുക്കൾക്ക് സ്നേഹിക്കാനുള്ള കഴിവുണ്ട്, അല്ലേ? പശുക്കളെ വളർത്തുന്നവർക്കറിയാം, സ്നേഹിക്കാനുള്ള കഴിവില്ലേ? ഉണ്ട്. നായകളാണ് ഏറ്റവും കൂടുതൽ അത് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു സ്നേഹപ്രകടനമാണ് നായ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനും വികാരങ്ങളുണ്ട്. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ഉള്ളത് മനുഷ്യരിലാണ്. അപ്പൊ ആ ചൈതന്യം അതുകൊണ്ട് തന്നെ ഏറ്റവും ഉള്ളതുള്ള ആരെങ്കിലാണ്, ആ മനുഷ്യരിൽ തന്നെയുണ്ട്. പക്ഷെ നമ്മൾക്കത് പലപ്പോഴും മനസ്സിലാകുന്നില്ല. അത് ഞാൻ പൂർണ്ണമായിട്ടും ചൈതന്യമാണെന്ന് മനസ്സിലാകുന്നത് വരെ ഒരു ക്ഷേത്രത്തിന്റെയും ഒരു ദേവതയുടെയും സഹായം നമുക്ക് വേണ്ടിവരും. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ ആരാധിക്കുന്ന സമയത്ത്, അവിടെ ചെന്നിട്ട് ഈശ്വരനോട് പറയുന്ന സമയത്ത്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഏറ്റവും നല്ല പ്രാർത്ഥന എന്ന് പറയുന്നത് നന്ദി പ്രകടനമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്കൊരാള് രണ്ട് കുട്ടികൾക്ക് ഒരേ സമയത്ത് പാവ കൊണ്ട് കൊടുത്തു, ഒരേപോലത്തെ പാവകൾ. എന്നിട്ട് കുറച്ചുനാൾ കഴിഞ്ഞപ്പം ഇയാൾ വീണ്ടും ഈ പാവ കൊടുത്ത കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പൊ ആദ്യത്തെ ഒരു കുട്ടി, അതിന്റെ പാവയെല്ലാം പോയി, നശിച്ചു പോയി. അപ്പൊ എനിക്ക് വീണ്ടും പാവ വേണം, പാവ വേണം, മാമ പാവയെത്താന്ന് പറഞ്ഞിട്ട് ഇയാളെ പുറകെ ശല്യപ്പെടുത്തിക്കൊണ്ട് നടക്കുകയാണ്. പക്ഷെ രണ്ടാമത്തെ ആള് ചെന്ന് കഴിഞ്ഞപ്പോഴ്, രണ്ടാമത്തെ കുട്ടിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴ് ആ കുട്ടി എനിക്ക് പാവ തന്ന മാമൻ വന്നു എന്ന് പറഞ്ഞോണ്ട് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കും. ആർക്കായിരിക്കും നമുക്ക് കൊടുക്കാൻ തോന്നുന്നത് ശരിക്കും? പരാതി പറഞ്ഞ കുട്ടിക്കാണോ, നന്ദി പറഞ്ഞ കുട്ടിക്കാണോ? നന്ദി പറഞ്ഞ കുട്ടിക്ക് നമുക്ക് സന്തോഷത്തോടു കൂടിയിട്ട് കൊടുക്കാൻ തോന്നും, അല്ലേ? ഇതേപോലെ തന്നെയാണ് ഈശ്വരൻ. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം പോയി സങ്കടം പറയരുതെന്നല്ല, സങ്കടങ്ങളൊക്കെ പറയാം, എന്നാലും നമുക്ക് തന്നതിലുള്ള നന്ദി പ്രകടനം. അപ്പം ഉത്സവങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നിരന്തരമായിട്ട് നമ്മളിപ്പോ മണിയടി കേൾക്കുന്നുണ്ട്. ആ മണിയടിക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഇവിടെ സമയത്ത് പടക്കം പൊട്ടിക്കുന്നുണ്ട്. പടക്കം പൊട്ടിക്കുന്നതിന് ഒരു പ്രാധാന്യമുണ്ട്. അങ്ങനെ അമ്പലത്തിൽ നടക്കുന്ന ഓരോ പൂജകൾക്കും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യന്മാർ ഇങ്ങനെ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം അത് ഉത്സവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളൊരു പാത്രത്തിലേക്ക് വെള്ളം കോരി ഒഴിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പകുതിയേ ഉള്ളൂ, ആ പകുതിയെ വെള്ളം നിറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഉത്സവത്തിന്റെ സമയത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട പൂജകളും പ്രധാനപ്പെട്ട അഭിഷേകങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് ഈ പാത്രത്തിൽ കൊള്ളാവുന്നതിൽ കൂടുതൽ വെള്ളം അതിലേക്ക് ഒഴിക്കുകയാണ്. ആ സമയത്ത് എന്താ, വെള്ളം നിറഞ്ഞിങ്ങനെ ഒഴുകി പരക്കും. എന്ന് പറഞ്ഞതുപോലെ ഉത്സവത്തിന്റെ സമയത്ത് അവിടെ നടക്കുന്ന പ്രത്യേകമായിട്ടുള്ള പൂജകളിലും പ്രത്യേകമായിട്ടുള്ള ചടങ്ങുകളിലൂടെ ആ ദേവതയ്ക്ക് കൊടുക്കുന്ന ചൈതന്യം ആ പ്രദേശം മുഴുവനും പരക്കുകയാണ് ചെയ്തത്. അതാണ് ഉത്സവത്തിന്റെ പ്രാധാന്യം. അതായത് ബാറ്ററി ചാർജ് ചെയ്തിട്ട് ആ ബാറ്ററിയുടെ അതിന്റെ അല്ലെങ്കിൽ ഒരു ബൾബിന്റെ പ്രകാശം കൊണ്ട് ഏറ്റവും കൂടുതൽ കൂടി അത് എല്ലാ ഭാഗത്തേക്കും പ്രകാശം പരത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അപ്പൊ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് മാറുക എന്ന് പറയുന്നത് അമ്പലത്തിലെ ദേവതയെ വിശ്വസിക്കുന്ന ഓരോ ഭക്തന്റെയും കടമയാണ്. അതിന്റെ ഭാഗമായിട്ട് മാറുക, ആ നടത്തിപ്പിന്റെ ഒരു ഭാഗമായിട്ട് മാറുക, ആ ദേവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഭക്തരുടെ ഭാഗത്തും ചെയ്യണം. അപ്പൊ ദേവനെ എന്തിനാണ് നമ്മൾ, ദേവൻ നമുക്ക് തരാനിരിക്കുന്ന ആളല്ലേ, അല്ലേ? അപ്പം എന്താണ് ഭക്തി? അപ്പം ഭഗവാൻ കൃഷ്ണനെ എല്ലാവർക്കും അറിയില്ലേ? കൃഷ്ണനെ അറിയില്ലേ? ആ കൃഷ്ണന്റെ ഏറ്റവും വലിയ ഭക്തരായിരുന്നറിയും.
ഗോപികമാരായിരുന്നു. ഗോപികമാർ. അപ്പം ഭഗവാൻ കൃഷ്ണന് ഒരു ദിവസം തലവേദന വന്നു. തലവേദന ഭഗവാൻ, അതായത് ഭഗവാന്റെ കൂട്ടത്തില് അന്ന് മധുരയിൽ കുറെ ഭക്തരുണ്ടായിരുന്നു. മധുരയിലേക്ക് ഭഗവാൻ വന്നു. അവിടെ ഒരുപാട് ഭക്തരുണ്ട്. അപ്പൊ ഇവരൊക്കെ ഭഗവാന്റെ വലിയ ഭക്തരാണെന്നുള്ള അഹങ്കാരത്തിരിക്കുന്ന ആൾക്കാരാണ്. ഭഗവാൻ അവരോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം ഭഗവാൻ കൃഷ്ണന് ഭയങ്കര തലവേദന. അപ്പം അവിടുത്തെ വൈദ്യന്മാരൊക്കെ പറ്റുന്ന രീതിയിലുള്ള മരുന്നുകളൊക്കെ ഇട്ട് കൊടുക്കും. പക്ഷെ ഈ തലവേദന മാറുന്നില്ല. കാരണം വെച്ചാൽ അതൊരു ഇല്ലാത്ത തലവേദനയായി. എൻ്റെ മോക്ക് ഇതുപോലത്തെ വയറുവേദന ചില ദിവസം വരാറുണ്ട്. തലേ ദിവസം വയറുവേദന തുടങ്ങും. അപ്പൊ സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തലവേദന, അപ്പൊ വയറുവേദന മാറും. അല്ലെങ്കിൽ പിറ്റേ ദിവസം സ്കൂളിൽ പോകാൻ ഇറങ്ങുന്നത് വരെ വയറുവേദനയാണ്. അപ്പൊ ഇത് പറഞ്ഞ പോലെയാണ്, നമുക്ക് ഇല്ലാത്ത അസുഖമാണെങ്കിൽ എത്ര മരുന്നിട്ടാലും മാറത്തില്ല. അപ്പം ഭഗവാൻ കൃഷ്ണൻ ഇതുപോലെ തലവേദന അവിടെ അഭിനയിച്ചതാണ്. അപ്പൊ ഒരുപാട് മരുന്നുകൾ ചെയ്ത് നോക്കിയിട്ടും ഭഗവാൻ കിടന്ന് ഭയങ്കരമായിട്ട് കിടന്ന് വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തലവേദന സഹിക്കാൻ വയ്യ. അവസാനം വൈദ്യന്മാരെല്ലാം ഗതികെട്ടിട്ട് പറഞ്ഞു, ഭഗവാനെ ഞങ്ങളെല്ലാം പരാജയപ്പെട്ടു. അങ്ങ് തന്നെ പറയും, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, എന്റെ ഭക്തരുടെ കാലിന്റെ അടിയിലുള്ള പൊടി അത് ചിരണ്ടി എടുത്തിട്ട് അത് നനച്ച് കുഴച്ചതിന്റെ നെറ്റിയിലിട്ട് കഴിഞ്ഞാൽ എന്റെ തലവേദന മാറുമെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു വിട്ടു. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പം അവിടെ മധുരയിലുള്ള പണ്ഡിതന്മാരെല്ലാരും കൂടെ കൂടി. എന്നിട്ട് അവർ നോക്കി ഭഗവാന്റെ നമ്മുടെ കാലിന്റെ അടിയിലുള്ള പൊടി ഇട്ടാലുള്ള അതിന്റെ ഭവിഷ്യത്ത് എന്താണ്. അപ്പൊ അവർ നോക്കിക്കഴിഞ്ഞപ്പം 16 ജന്മം നരകത്തിൽ കിടക്കേണ്ടി വരും. അപ്പൊ ഇതോടുകൂടിയിട്ട് ഭക്തരെല്ലാരും അപ്രത്യക്ഷരായി. ഭഗവാന്റെ തലവേദനയല്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മാറിക്കോളൂ. നമ്മൾ ആവശ്യമില്ലാത്ത പൊല്ലാപ്പിനൊക്കെ എന്തിനാ പോകും. അങ്ങനെ ഭക്തരെല്ലാരും അപ്രത്യക്ഷരായി. ഒരു മനുഷ്യൻ പിന്നെ ഭഗവാന്റെ മുമ്പിലോട്ട് ചെല്ലുന്നില്ല. അപ്പൊ ഭഗവാൻ ഉദ്ധവനെ വിളിച്ചിട്ട് പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യൂ, അങ്ങ് വൃന്ദാവനത്തിൽ ചെന്നിട്ട് ഗോപികമാരുടെ അടുത്ത് ഒന്ന് ചെല്ലൂന്ന് പറഞ്ഞു. അങ്ങനെ ഉദ്ധവൻ ഗോപികമാരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഭഗവാൻ ഇങ്ങനെ തലവേദനയുണ്ട്. അപ്പൊ ഗോപികമാർ കുറെ വർഷങ്ങളായിട്ട് ഭഗവാനെ കണ്ടിട്ടേ ഇല്ല. അപ്പം പറഞ്ഞു, ഭഗവാന് ഭയങ്കര തലവേദനയുണ്ട്. അപ്പം ഇത് മാറാൻ വേണ്ടിയിട്ട് കാലിന്റെ അടിയിലുള്ള ധൂളി അത് തരണം എന്ന് പറഞ്ഞു. അപ്പൊ ഗോപികമാരെല്ലാം കൂടെ പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഉദ്ധവൻ തന്നെ പറഞ്ഞു, പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഭഗവാന്റെ ആരുടെ തലയിലെ കാലിലെ ധൂളിയാണ് അവിടുത്തെ തലയിൽ ഇടുന്നത്, അവരൊക്കെ 16 ജന്മം നരകത്തിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഗോപികമാരെന്താ പറഞ്ഞെന്നറിയും, ഞങ്ങൾ എത്ര വേണമെങ്കിലും പൊടി തരാൻ വേണ്ടിയിട്ട് തയ്യാറാണ്. ഞങ്ങളുടെ ഭഗവാന് വേണ്ടിയിട്ട് ഞങ്ങള് 16,000 ജന്മം വേണമെങ്കിലും നരകത്തിൽ കിടക്കാൻ തയ്യാറാണ്. അതാണ് ഭക്തി. അപ്പൊ നമ്മുടെ ഇഷ്ടദേവന് എന്താണ് കൊടുക്കുന്നത്? മനസ്സിൽ നിറഞ്ഞു കൊടുക്കണം. നമുക്കുള്ളതിന്റെ ഒരു ഭാഗം ഭഗവാന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് കൊടുക്കണം. ഇവിടെ ക്ഷേത്രം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നല്ല വൃത്തിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. വളരെ സമൃദ്ധി എല്ലാവർക്കും കാണുന്നുണ്ട്. ഇവിടെ ഓരോ ദിവസം ചെല്ലുന്തോറും ഉത്സവത്തിന്റെ പൊലിപ്പിങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. ഇതൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമാകാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അപ്പം ഭക്തൻ ഇങ്ങനെ ഗോപികമാരുടെ ദാസനായിരുന്നു കൃഷ്ണൻ. അതായത് ഗോപികമാർ പറഞ്ഞാൽ എന്തും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ നിൽക്കുകയായിരുന്നു ഭഗവാൻ. വേറെ നിവൃത്തിയില്ലായിരുന്നു ഭഗവാൻ. കാരണം അതാധാരം ഭക്തി. അപ്പൊ അതുപോലെ ഭക്തനാണ് നമുക്ക് വേണ്ടതെല്ലാം നമ്മുടെ ഇഷ്ടദേവൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ആ ക്ഷേത്രം നന്നാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ആ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കൊടുക്കുന്നുണ്ട്? അല്ലെ, നമ്മളൊക്കെ പോയി ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് സാധിക്കാറില്ലേ ഭഗവാന്റെ അടുത്ത്? ശരിയാണോ? യെസ്, നടക്കാറുണ്ടല്ലേ? അപ്പൊ അതിന് പകരമായിട്ട് നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മള് ഭഗവാൻ എന്ത് കൊടുക്കുന്നു? ഭഗവാൻ നമ്മുടെ ദാസനായിട്ട് നമ്മുടെ പുറകെ വരാൻ വേണ്ടിയിട്ടുള്ളത്, ആ ഭക്തിയിലേക്ക് നമ്മൾ ഉണരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പം അത് ഒരു ഭക്തനായിട്ട് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. ഭഗവാന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഭക്തരായിട്ട് മാറുന്നത്. അപ്പം പൂജ എന്നുള്ള വാക്കിന്റെ അർത്ഥം പൂർണ്ണതയിൽ ജനിക്കുന്നതെന്നാണ്. അതായത് പൂർണ്ണ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യുമ്പോഴാണ് ഒരു ചടങ്ങ് പൂജയായിട്ട് മാറുന്നത്. അപ്പം നമ്മൾ അമ്പലത്തില് തൊഴാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് നമ്മളുടെ മനസ്സ് എവിടെയാണ്? അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാനസികമായിട്ട് പൂജ ചെയ്യാം. ഇപ്പൊ നമ്മൾ പൂജയുടെ ഒരു ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ടുള്ള മണിയടിയാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അത് ചെയ്യുന്ന ഒരാളുണ്ട് അവിടെ, അല്ലേ? ഒരു ശാന്തിവൃത്തി ചെയ്യുന്ന ഒരാളുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ തൃപ്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് ദക്ഷിണ കൊടുക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം. നമ്മൾ ഭഗവാന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ അത് അവിടെ പൂജ നടത്തുന്ന ആൾക്കാർക്ക്
മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് വെറുതെ എന്താ പറയുന്നത്, ചില്ലിക്കാശാവരുത്. നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങൾ വേണം, വേണ്ടേ? അപ്പം അവിടെ ഉള്ള ആ ശാന്തി ചെയ്യുന്ന ആൾക്ക് സമൃദ്ധി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഭഗവാനും തൃപ്തമാണ്, ഭഗവാനും തൃപ്തനാണ്. അപ്പൊ പലപ്പോഴും നമ്മള് എന്താ പറയുന്നത്, പിച്ചക്കാർക്ക് കൊടുക്കുന്നത് പോലെ ഒരു ദക്ഷിണ, അങ്ങനെയല്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദക്ഷിണ. അതോടൊപ്പം തന്നെ വഴിപാടുകളും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വഴിപാട് നടത്തുന്ന നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിക്കോട്ടെ, പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം അഭിവൃദ്ധിയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം കൂടിയായിട്ട് അതിനെ കാണണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഭക്തനായിട്ട് മാറുന്നത്. നമ്മുടെ ഇഷ്ടപ്പെട്ട ഭഗവാൻ ഇരിക്കുന്ന സ്ഥലം, എന്റെ ശിവഭഗവാൻ ഇരിക്കുന്ന സ്ഥലം, അത് സമൃദ്ധിയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നു. ഭഗവാൻ എന്ന് വെച്ചാൽ ഭഗവാൻ എല്ലാം നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു കർത്തവ്യമാണ്. ആ കർത്തവ്യം തന്നെയാണ് നമ്മളുടെ ശരിക്കുമുള്ള ഭക്തി എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും ശിവസൂത്രയിലേക്ക് തിരിച്ചു വരികയാണ്. ജ്ഞാനാധിഷ്ഠാനം മാതൃക. ഞാനിപ്പോ നിങ്ങളോട് മലയാളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളം അറിയാവുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലാകും, ശരിയല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് ചൈനീസ് ഭാഷയിൽ ഇത് സംസാരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ദിലീപിന്റെ പണ്ടത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നു, സ്പാനിഷ് മസാല എന്ന് പറഞ്ഞു, കണ്ടിട്ടുണ്ടായിരുന്നു? സ്പാനിഷ് മസാല. അതിൻ്റെ അകത്ത് ദിലീപ് മലയാളത്തിൽ അവിടെ സാഹിബിനെ ചീത്ത വിളിക്കുന്നത്, ചിരിച്ചോണ്ടാ ചീത്ത വിളിക്കുന്നത്, പക്ഷെ സാഹിബിന് ചിരിച്ചോണ്ടിരിക്കും. അപ്പം അയാൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഒരു അനക്കം ഉണ്ടാക്കിയിട്ടില്ല അയാളുടെ ഉള്ളിൽ. ഇതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അല്ലെ, നമ്മുടെ ചിന്തകളെല്ലാം മലയാളത്തിലല്ലേ? നമുക്ക് ഹിന്ദി ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ചിന്തിക്കുന്നതെല്ലാം മലയാളത്തിലാണ്, നമ്മുടെ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആ ഭാഷയ്ക്കകത്ത് മോശമായിട്ടുള്ള വാക്കുകൾ വരുമ്പോഴാണ് ഇവിടെ നമുക്ക് സങ്കടം വരുന്നത്, അല്ലെങ്കിൽ ദേഷ്യം വരുന്നത്, ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ എല്ലാ പ്രശ്നവും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ചില ചുഴികളിൽ പെട്ടുപോകും, മനസ്സിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം വരും. അതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവില്ല. അത് വലിയൊരു പ്രശ്നമായിട്ട് അത് വീണ്ടും 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 നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. പുറത്ത് കിടക്കാനേ പറ്റില്ല. അത് വീണ്ടും വീണ്ടും ഓം നമഃ ശിവായ പറഞ്ഞാലും അതേ പ്രശ്നം തന്നെ വന്നുകൊണ്ടിരിക്കും. ജപവും ധ്യാനവും ഒന്നും നമ്മളെ സഹായിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ. അപ്പൊ അതിന് ആ സമയത്ത് ഇവിടെ പറയുന്ന ഒരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് നമ്മളുടെ പ്രശ്നം? അപ്പൊ പറയാണ്, എനിക്ക് എൻ്റെ മകന് ജോലിയില്ല, ഇതാണ് എൻ്റെ പ്രശ്നം. അല്ലെങ്കിൽ എൻ്റെ അമ്മായിമ്മ എന്നെ തറയെ നിർത്തുന്നില്ല, ഇതാണ് എൻ്റെ പ്രശ്നം. ഇങ്ങനെ പല പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും. അപ്പൊ ആ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് നമ്മളൊരു സെന്റൻസോ ഒന്നോ രണ്ടോ സെന്റൻസ് ആയിട്ട് ഒരു പേപ്പറിൽ എഴുതും. ഇത് ശിവസൂത്രയിൽ പറയുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ. അത് എഴുതുക. എഴുതിയതിനു ശേഷം അതൊന്ന് വായിച്ചു നോക്കുക. വായിച്ചതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓരോ വാക്കുകളായിട്ട് മാറ്റി മാറ്റി എഴുതും. ഒരു വരിയിൽ ഒരു വാക്ക് എഴുതുക, കുറച്ച് മാറ്റിയിട്ട് വേറൊരു വാക്ക് എഴുതുക, അങ്ങനെ മാറ്റിയിട്ട് കുറച്ചൊന്നും അതിലേക്ക് നോക്കിയിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അറിയാതെ ഒരു ശാന്തത മനസ്സിലേക്ക് വരുന്നതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ടെക്നിക്കാണ്. നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പൊ ഇന്ന് തന്നെ പോയി പരീക്ഷിച്ച് നോക്കിയോളൂ. വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും, അതൊരു പേപ്പറിലേക്ക് എഴുതുക, 2-3 പ്രാവശ്യം വായിച്ചു നോക്കുക, അതിനുശേഷം അതിനെ വാക്കുകളായിട്ട് പിരിച്ച് എഴുതുക, എന്നിട്ട് അത് പതിയെ ഒന്ന് വായിച്ചു നോക്കുക. പ്രശ്നങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മളെല്ലാവരും സ്ഥിരമായിട്ട് അമ്പലത്തിൽ വരുന്ന ആൾക്കാരാണ്. അപ്പം ശിവഭഗവാന്റെ അമ്പലത്തിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്കൊക്കെ അറിയാം, നമ്മൾ പല രീതിയിലുള്ള ഈശ്വരന്മാരെ നമ്മൾ കാണുന്നുണ്ടല്ലേ. അപ്പം ഈശ്വരന് നമുക്ക് എന്തിനാണ് ഇത്രയധികം ക്ഷേത്രങ്ങൾ? ഇങ്ങോട്ട് പോകുന്ന വഴിക്കിടയ്ക്ക് തന്നെ ഒരുപാട് ക്ഷേത്രങ്ങൾ. ഒരെണ്ണം സുബ്രഹ്മണ്യന്, ഒരെണ്ണം ശിവന്, ഒരെണ്ണം ദേവിക്ക്, ദേവിയിൽ തന്നെ ഭദ്രകാളിക്ക് ഒരെണ്ണം, ഭദ്രയ്ക്ക് ഒരെണ്ണം, അല്ലെ? ഇവിടെ മാടന്നട, വേറെ ശിവക്ഷേത്രം. അപ്പൊ എന്തിനാണ് ഇത്രയധികം ദൈവങ്ങളെ നമുക്കുള്ളത്? ഈ ദൈവങ്ങളും ഈശ്വരനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പിന്നെ ഗണപതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആനയുടെ തലയും മനുഷ്യന്റെ ശരീരവും, ഇതിനെ എന്തിനാണ് നമ്മൾ ആരാധിക്കുന്നത്? ഇങ്ങനെയൊക്കെ എന്താണ് ശിവഭഗവാനെ മുഴുവനായിട്ടും ചുറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്ക് വ്യക്തമായിട്ട് ഉത്തരം പറയാൻ അറിയാം? പ്രശ്നമായില്ലേ? പലർക്കും അറിയില്ല അതിന് ഉത്തരങ്ങള്. നമ്മളൊക്കെ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. ഈശ്വരനും ദേവതയും തമ്മിലുള്ള വ്യത്യാസം
പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഈശ്വരന്മാരുടെ കയ്യിലൊക്കെ മാരകായുധങ്ങളല്ലേ. ചിലരെ ശൂലം പിടിച്ചുകൊണ്ട് നിൽക്കുന്നു, ചിലരെ അമ്പും പിന്നും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഒരു ദേവിയാണ് നാക്കൊക്കെ പുറത്തേക്ക് നീട്ടി ചോര ഇട്ടിച്ചുകൊണ്ടിരിക്കും. ചിലരുടെ കഴുത്തയില് കലിയൊട്ടിയുടെ മാല. ഇങ്ങനെയുള്ള ഭീകര ദൈവങ്ങളെയൊക്കെയല്ലേ നിങ്ങൾ ആരാധിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് മനുഷ്യരാണ്? ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ഉത്തരം പറയുന്നുണ്ടോ? മിക്കവാറും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പം അതൊക്കെ നാളെ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് നാളെ ഒരു ദിവസം കൂടി ഉണ്ട്. ശിവന്റെ അമ്പലത്തിൽ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് ശിവനെ പൂർണ്ണമായിട്ടും നമ്മൾ വലം വെക്കാത്തത്, ഇതെല്ലാത്തിനും നമുക്ക് വളരെ യുക്തിഭദ്രമായിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് നാളെ പറയാം. ഇന്നിപ്പം നമ്മുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഭക്ഷണം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഇന്നും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് അന്നദാത സുഖി ഭവ എന്ന് 3 പ്രാവശ്യം പറയുക. അത് എല്ലാ ദിവസവും പറയേണ്ടതാണ്. പിന്നെ ഓം നമഃ ശിവായ ചാൻറ്റ് ചെയ്യുക. ഭഗവാന്റെ ഉത്സവം ഏറ്റവും മനോഹരമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ഒരാൾ പോലും അതിന്റെ ഭാഗമാകാതിരിക്കരുത്. ഇവിടെ വരുന്ന എല്ലാ ഭക്തരും ഉത്സവം ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്നതിൽ കൂടുതൽ കൊടുക്കും. അവിടെയാണ് കാര്യം. ഭഗവാൻ എല്ലാം തിരിച്ചു തരും. നമ്മൾ അവിടെ പിശുക്ക് കാണിക്കരുത്. ഒരു ഈശ്വരന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും കഴിയുന്ന സമയത്ത് നമ്മൾ സമൃദ്ധിയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയുകയാണ്, ആ സമൃദ്ധി ഭഗവാൻ നമുക്ക് തന്നിരിക്കും. അവിടെ നമ്മൾ പിശുക്ക് കാണിക്കരുത്. ഭഗവാൻ കൊടുക്കുന്ന സമൃദ്ധി ഭഗവാനെ കളിപ്പിക്കാൻ ശ്രമിക്കരുത്. ഭഗവാനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കരുത്. സമൃദ്ധിയോട് കൂടിയിട്ട് തന്നെ കൊടുക്കുക. ഭഗവാൻ സമൃദ്ധിയായിട്ട് തന്നെ തരും, യാതൊരു സംശയവും വേണ്ട. ആ വിശ്വാസം എന്തെങ്കിലും സൂക്ഷിക്കുക. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഭഗവാൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് മനസ്സിൽ സൂക്ഷിക്കും. ആ ഉറപ്പാണ് നമ്മളെ ഏറ്റവും വലിയ ബലം. അതവിടെ ഉണ്ട്. ആ വിശ്വാസം മാത്രം കൊണ്ട് ഉറപ്പിച്ചാണ്. വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഭഗവാൻ എന്നെ രക്ഷിക്കാനുണ്ട് എന്നുള്ളൊരു വിശ്വാസം പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് ഉറപ്പിച്ചോളൂ. ഭഗവാൻ വരും, ഏതെങ്കിലും രൂപത്തിൽ വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഒരു 9 പ്രാവശ്യം ഓം നമഃ ശിവായ എന്ന് ചാൻറ്റ് ചെയ്യാം. എന്നിട്ട് നാളെയും ഇതുപോലെ തന്നെ ദീപാരാധന കഴിയുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു പ്രഭാഷണത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടാവും. എല്ലാവർക്കും കണ്ണുകൾ അടച്ചു വെച്ചിരിക്കുക.